സാർ, ഇവിടെ പല രീതിയിൽ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പല വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. തുടക്കം മുതലേ നമുക്കറിയാമല്ലോ, സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ ആഘോഷിക്കപ്പെട്ടു, ആരൊക്കെ ഒപ്പം നിന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ നിയമപരമായിട്ട് ഇത്തരം ക്രിമിനൽസിനെ, ഇപ്പൊ പൊളിറ്റീഷ്യൻസിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവർ ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർക്കിപ്പം തെരഞ്ഞെടുപ്പാണെങ്കിൽ മത്സരിക്കുന്നതിൽ വരെ വലിയ വിലക്കുണ്ടാവുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഇവർ ഈ ക്രിമിനൽസ് കോടതിയുടെ ഭാഗത്ത് തെളിവില്ലാത്തതുകൊണ്ട് പുറത്താക്കപ്പെടുന്ന ക്രിമിനൽസ് വീണ്ടും ഇവിടെ സ്വൈരവിഹാരം നടത്തുന്നു. മാത്രവുമല്ല, പല സ്ഥലങ്ങളിലും വേദിയിൽ നിന്ന് അവർ പറയുന്നത് സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നു. അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആളുകളെ. മാത്രവുമല്ല, അത് ആഘോഷിക്കപ്പെടുന്നു. ഒരു ക്രിമിനൽ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ആഘോഷിക്കപ്പെടുന്നു. അത്തരം പ്രവണതകൾ, അത്തരം രീതികൾ മാറേണ്ടതില്ലേ? അതിന് നിയമപരമായിട്ടോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു മുൻകൈ എടുക്കേണ്ട സമയത്തിലേക്ക്, ആ കാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലേ? ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നവർ അതികായകരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഭയപ്പെടുന്ന മറ്റുള്ള വ്യക്തികൾ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. പേടിയുണ്ട്, ഭയം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെ മറികടന്നിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ മറികടക്കാൻ വേണ്ടി ഇവരൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്റ്റാൻഡ് പലരും എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കേസിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലിനുമാണ് പണി കിട്ടിയത്, തലയ്ക്കൊന്നും സംഭവിച്ചില്ല. അതാരാണ് എന്തെന്നുള്ളത് അത് പിന്നീടുള്ള വിഷയമാണ്. അത് കോടതി തെളിയിക്കേണ്ട സംഗതിയാണ്. ഇപ്പോൾ തെളിയിച്ചിട്ടില്ല. കോടതിയിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ആണ് ഇപ്പോഴും നമ്മളെ വിധിന്യായത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിനെ പറ്റി അത് ജഡ്ജ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും മറ്റേ കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതായാലും ഇതിനകത്ത് എല്ലാവരും വിരൽ ചൂണ്ടിയിരുന്ന ഇതിലെ പ്രധാന പ്രതി എന്ന് കരുതുന്നത്, 8ാം പ്രതിയാണെങ്കിൽ പോലും പ്രധാന പ്രതിയായിട്ട് കാണേണ്ട ദിലീപ് ഇതിൽ രക്ഷപ്പെട്ടു. അത് മറ്റുള്ള അത് ചെയ്ത അയാളുടെ ചട്ടുകമായി പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തികൾ 1 മുതൽ 6 വരെ പ്രതികൾ, അവർക്ക് ശിക്ഷ വിധിയിലേക്ക് കടക്കുകയാണ്. മറ്റുള്ളവരൊക്കെ അതിൽ എസ്കേപ്പ് ചെയ്തു. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിച്ചു? അല്ല, ഇത് മാത്രമല്ല, ഇപ്പൊ ഈ പറഞ്ഞ പുറത്ത് വെറുതെ വിട്ടിരിക്കുന്ന ആൾ പുറത്തു വന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥയെ വരെ പറയുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട് അവര് ഇതിന്റെ അവസാനമല്ല എന്ന് ബി പറയുന്നുണ്ട്. അപ്പം ആ രീതിയിൽ പോലും അതിനെ വഴിതിരിച്ചു വിടുന്നില്ലേ? പോലീസിനെതിരായി കൂടി ഈ കാര്യങ്ങൾ മാറുന്നില്ലേ? അല്ല, ഞാൻ എൻ്റെ തുടക്കത്തിൽ നേരത്തെ കേട്ടൊരു ദിലീപിൻ്റെ ഒരു ഇത് മീഡിയാസിനെ കണ്ട സമയത്ത് പറഞ്ഞ ഒരു വാചകം ഞാൻ നേരത്തെ കേട്ടിരുന്നു. ഇത് ഇപ്പോൾ ഈ ചർച്ചയിൽ വരുന്നതിന് മുമ്പ് ക്രിമിനൽ പോലീസ് സംഘമാണ് ഇത് കേസ് അന്വേഷിച്ചതെന്നുള്ള രീതി പറഞ്ഞിരുന്നു. അത് ശരിയായ നടപടിയല്ലേ? ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന പോലീസിന് അവർക്കിതിനകത്ത് വ്യക്തിപരമായ എന്ത് താല്പര്യം ഇതിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവരത് ആ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവർക്കത് ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ, ഈ 8ാം പ്രതിയുടെ പേരിലുള്ള കുറ്റാരോപണങ്ങൾ തെളിയിക്കുന്നതിൽ അവർക്ക് എന്ത് വീഴ്ചയാണ് സംഭവിച്ചതെന്നുള്ള ജഡ്ജ്മെൻറ്റ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഈ കേസിനകത്ത് അന്തിമമായിട്ട് നമുക്ക് പറയാനുള്ള സംഗതി. അത് ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അപ്പീൽ പോകുമെന്ന് പറയുന്നുണ്ട്. അതിനകത്തുള്ള കൂടുതൽ വാദങ്ങളിലേക്ക് കടക്കുമ്പോൾ അതുകൊണ്ട് ഇതൊരു അന്തിമ വിധിയാണെന്ന് കരുതി ഇപ്പം മറ്റുള്ളവർക്കെതിരെ മറ്റോ ഇത്തരത്തിൽ അത് ദിലീപിൻ്റെ ഭാഗത്തു നിന്നായാലും വേറെ ആരെങ്കിലും സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.